തീർച്ചയായിട്ടും ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എക്സാം പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. 100-ൽ കുറയാത്ത വേക്കൻസികളാണ് ഇനി വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഹെമറ്റോളജി, അഗൈൻ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിനകത്ത് വരുന്നത്. പ്രധാനമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക, ഒരു പേഴ്സണലൈസ്ഡ് സ്റ്റഡി പ്ലാൻ, ഒരു സ്പെഷ്യൽ സെഷൻ ആയിരിക്കും റാങ്ക് ബൂസ്റ്റേഴ്സ് സെഷൻ എന്ന് പറയുന്നത്. നമസ്കാരം, എഡ്യൂസ് ഇന്റർനാഷണൽ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, PSC 2025 എൻഡിൽ ഒരു സെറ്റ് ഓഫ് നോട്ടിഫിക്കേഷൻസ് ഒന്നിച്ച് വിളിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഒരുപാട് പേര് കാത്തിരുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു ജൂനിയർ ലബോറട്ടറി അസിസ്റ്റന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇതൊരു വലിയ സുവർണാവസരമാണ് നിങ്ങളെ സംബന്ധിച്ച്, എസ്പെഷ്യലി +2 സയൻസ് യോഗ്യതയുള്ള ആൾക്കാർക്ക്, +2 ബയോളജി സയൻസ്, എസ്പെഷ്യലി +2 ബയോളജി സയൻസ് യോഗ്യതയുള്ളവർക്ക് മാത്രമായിട്ട് എഴുതാൻ കഴിയുന്ന, അല്ലെങ്കിൽ VHSC MLT ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള ആൾക്കാർ കൂടി എഴുതാൻ കഴിയുന്ന ഒരു എക്സാം ആണ് എന്തെന്ന് പറയുന്നത് ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു എക്സാം PSC വിളിക്കുമ്പോൾ ചാൻസസ് എത്രത്തോളം വലുതാണ് നിങ്ങൾക്ക് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ അവസരം നിങ്ങൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുകയാണ്. യെസ്, സോ കാറ്റഗറി നമ്പർ 733/2025 ആണ് ജൂനിയർ ലബോറട്ടറി അസിസ്റ്റന്റ് ഇൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ പ്രത്യേകം ഓർത്തിരിക്കുക, നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഏത് കാറ്റഗറി നമ്പറിനെ കുറിച്ചാണ്? 733/2025 ആണ്. ജൂനിയർ ലബോറട്ടറി അസിസ്റ്റന്റ് എന്നാണ് ഈ പോസ്റ്റിന്റെ പേര്. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പ്രധാനമായിട്ടും ഈ ഒരു വേക്കൻസി വിളിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? സോ JLA മറന്നു പോരുന്ന ജൂനിയർ ലബോറട്ടറി അസിസ്റ്റന്റ്. എന്തൊക്കെയാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിന്റെ ഗസറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 31/12/2025 ആണ്. ഞാൻ പറഞ്ഞല്ലോ, ലാസ്റ്റ് ആണ്, 2025 ലാസ്റ്റ് ആണ് PSC സെറ്റ് ഓഫ് നോട്ടിഫിക്കേഷൻസ് വിളിച്ചിരിക്കുന്നത്. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് പ്രത്യേകം ഓർത്തിരുന്നോളണം, 4/2/2026 ആണ്. അതായത് ഈ വർഷം ഫെബ്രുവരി മാസം 4-ാം തീയതിയാണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ്. സോ ലാസ്റ്റ് ഡേറ്റ് വരെ ഒന്നും ആരും നോക്കിയിരിക്കരുത് കേട്ടോ, എത്രയും പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യുക. എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻസ് ഉള്ളത് നോക്കാം. അതിന് മുന്നേ ഒരിക്കൽ കൂടി ഗസറ്റ് ഡേറ്റ് എന്ന് നോക്കി, 31/12/2025, കാറ്റഗറി നമ്പർ 733/2025. ഐ റിപ്പീറ്റ്, കാറ്റഗറി നമ്പർ 733/2025. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി 4-ാം തീയതിയാണ് 2026. ഓക്കെ അല്ലേ? സോ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 ബയോളജി സയൻസ്. ഐ റിപ്പീറ്റ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടെ. +2 ബയോളജി സയൻസും അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി MLT VHSC MLT പഠിച്ചവർക്കും ഇത് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഓർത്തിരിക്കുക, ഇവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത് എന്താ, PSC വർഷങ്ങളായി പഠിച്ചിരിക്കുന്ന GKയും കറണ്ട് അഫയേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ, മറ്റു സബ്ജക്റ്റ് ഒക്കെ പഠിച്ച് സെറ്റായിരിക്കുന്ന ആർക്കും ഇത് എഴുതാൻ അവസരമില്ല. അവരെ +2 ബയോളജി സയൻസ് ആണെങ്കിൽ അവർക്ക് എഴുതാൻ കേട്ടോ, പക്ഷെ അവരെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന GKയോ കറണ്ട് അഫയേഴ്സോ ഒന്നും അവരെ ഈ ഒരു എക്സാമിന് ഹെൽപ്പ് ചെയ്യത്തുമില്ല. അറിയാമല്ലോ, ഇത് സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ട് മാത്രം നടക്കുന്ന ഒരു എക്സാം ആണ്. സോ +2 ബയോളജി സയൻസ് അതുപോലെ തന്നെ VHSC MLT കാർക്ക് മാത്രമാണ് ഇത് എഴുതാൻ കഴിയുക. ഇത് എഴുതുമ്പോഴും നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക, ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഏരിയയിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഈ ഒരു ക്വാളിഫിക്കേഷന് ബേസ് ചെയ്ത് പഠിച്ചിരിക്കുന്ന സബ്ജക്ട് അല്ലെങ്കിൽ ടോപ്പിക്കുകൾ മാത്രമേ എവിടെ ഉണ്ടാവൂ, ഈ എക്സാമിന് ഉണ്ടാവുകയുള്ളൂ. എന്തൊക്കെയാണ് അവിടെ ഉണ്ടാവുക എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക്ഔട്ട് ചെയ്യാം. യെസ്, അതിന് മുന്നേ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്ന്, അതായത് ഇതേ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്ന് എന്തൊക്കെ തരത്തിലുള്ള നിയമനങ്ങൾ നടന്നു, എത്ര തരത്തിലുള്ള നിയമനങ്ങൾ നടന്നു നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഡേറ്റ് ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് 2023 ഡിസംബർ 1-ാം തീയതി ആയിരുന്നു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. അപ്പൊ ഈ വർഷം പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണം. അതുകൊണ്ട് തന്നെ ഈ വർഷം നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും പരീക്ഷ പ്രതീക്ഷിക്കണം. ഓക്കെ അല്ലേ? സോ ലാസ്റ്റ് അഡ്വൈസ് നടന്ന ഡേറ്റ് 2025 നവംബർ 21 ഇതുവരെ 94 അഡ്വൈസുകളാണ് പോയിരിക്കുന്നത്. അപ്പൊ നിസ്സാര കാര്യമല്ല. എത്ര അഡ്വൈസുകളാ? 94 അഡ്വൈസുകൾ പോയി അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കുക, ഒരു 100 പ്രതീക്ഷിക്കാം. കുറഞ്ഞത് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു 100എങ്കിലും കുറഞ്ഞത് പ്രതീക്ഷിക്കാം. അപ്പൊ ഉറപ്പായിട്ടും എന്താ സംഭവിക്കുക? വളരെ പ്രധാനമാണ്, ഓർത്തിരിക്കുക, 100-ൽ കൂടുതലായിരിക്കാം മേ ബി ഇനി വരുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ കഴിയുക. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ജൂനിയർ ലാബ് അസിസ്റ്റന്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാത്രമായിട്ട് എത്ര വേക്കൻസി? 100-ൽ കുറയാത്ത വേക്കൻസികളാണ് ഇനി വരാൻ പോകുന്നത്. അതിലേക്കാണ് നിങ്ങൾ ഈ എക്സാം എഴുതാൻ പോകുന്നതെന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി എക്സാം സിലബസ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് പറയാം, ഡീറ്റെയിൽ ചെയ്ത് ജസ്റ്റ് ഓടിച്ചൊന്ന് പറയാം. അതിന് മുന്നേ നിങ്ങളൊന്ന് അറിയുക, അതിന്റെ ഒരു പാർട്ടീഷൻ ഇങ്ങനെയാണ്.
പാർട്ട് 1 പ്രധാനമായിട്ട് MLT ബേസ് ചെയ്തുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ എന്താ ലാബ് അസിസ്റ്റന്റ് ആണല്ലോ പരീക്ഷ. സോ ലബോറട്ടറി ബേസ്ഡ് ആയിട്ട് മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ബേസ്ഡ് ആയിട്ടുള്ള MLT ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും 50 മാർക്കിന് നിങ്ങളോട് ചോദിക്കുക. എത്ര മാർക്കിനാ? 50 മാർക്കിന് നിങ്ങളോട് ചോദിക്കുന്നത് പ്രധാനമായിട്ടും MLT ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പാർട്ട് 2 ഫിസിക്സ് ആണ് 15 മാർക്കിന്, പാർട്ട് 3 കെമിസ്ട്രി 15 മാർക്കിന്, പാർട്ട് 4 ബോട്ടണി 10 മാർക്കിനും, പാർട്ട് 5 സുവോളജി 10 മാർക്കിനും, ടോട്ടൽ 100 മാർക്സിനായിരിക്കും എക്സാം കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. അപ്പൊ നിങ്ങൾ ഓർത്ത് നോക്കി, ഇതിൽ തന്നെ ചിലർക്ക് MLT എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും, വലിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ പഠിക്കേണ്ടി വരിക. ഇല്ല, നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് അവിടെ വരുന്നതെന്ന്. പാർട്ട് 1-ൽ ഒന്ന് കാണാൻ കഴിയുന്നുണ്ടാവും തീർച്ചയായിട്ടും. പാർട്ട് 1-ൽ 50 മാർക്കിൽ മൊഡ്യൂൾ 1 10 മാർക്കിന് ബേസിക് ലബോറട്ടറി ടെക്നിക്സ് മാത്രമാണ് അവിടെ ചോദിക്കുന്നത്. ബേസിക് ലബോറട്ടറി ടെക്നിക്സ് കൂടുതലൊന്നും നിങ്ങൾ വായിക്കേണ്ട, നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇത് നിങ്ങൾക്ക് കൂടിപ്പോയാൽ 1 മാസം കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. 1 മാസം. അപ്പൊ നിങ്ങൾ അറിയുക, 1 മാസം കൊണ്ട് തീർക്കാൻ കഴിയുന്ന കാര്യങ്ങളെ എവിടെയുള്ളൂ? ബേസിക് ലബോറട്ടറി ടെക്നിക്സിനകത്തുള്ളൂ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ ഈ സിലബസ് കൃത്യമായി മനസ്സിലാക്കിയെടുത്തോളം, +2-ന് നിങ്ങൾക്ക് പഠിക്കാനുള്ളതിൽ നിന്നുപരി ആകെ പഠിക്കേണ്ടി വരുന്നത് ഈ 10 മാർക്കിനുള്ള ബേസിക് ലബോറട്ടറി ടെക്നിക്സ് മാത്രമേ ഉള്ളൂ. അതുപോലും ഞാൻ പറഞ്ഞല്ലോ, 1 മാസത്തെ സമയം മുന്നോട്ടേക്ക് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും അത് ഫിനിഷ് ചെയ്യാൻ പറ്റും. അത് പോരാഞ്ഞിട്ട് ബാക്കി ഏരിയകളെല്ലാം ഓൾറെഡി നിങ്ങൾ +2-ന് പഠിച്ചതാണ്. ഇനി ഒരുപക്ഷെ മറന്നുപോയതായിക്കോട്ടെ, കേവലം 3 മുതൽ 4 മാസം കൊണ്ട് നിങ്ങൾക്കത് കൃത്യമായിട്ട് നിങ്ങൾ ആ ട്രാക്കിലേക്ക് എത്തിക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കും എഡ്യൂസ് അക്കാഡമിക് കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എക്സാം പ്രിപ്പറേഷൻസ് കണ്ടക്ട് ചെയ്ത് വെച്ചിരിക്കുക. സോ മൊഡ്യൂൾ 1 10 മാർക്സിന് ബേസിക് ലബോറട്ടറി ടെക്നിക്സ് ആണ്. അതുപോലെ തന്നെ അടുത്തത് മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് 13 മാർക്സിന് ബ്ലഡ് ആൻഡ് ഫ്ലെബറ്റോമി ആണ്. കൂടുതൽ നമ്മൾ +2-ന് ബ്ലഡിനെ കുറിച്ച് പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിനകത്ത് ചോദിക്കുന്നത്. ഒരല്പം ഡെപ്തിൽ പഠിക്കണമെന്നേ ഉള്ളൂ, ഒരല്പം കൂടി ഡെപ്തിലേക്ക്, ഒരുപാടല്ല. നമ്മൾ +2-ന് പഠിച്ച കാര്യങ്ങൾ ഒരല്പം കൂടി നമ്മൾ എക്സ്ട്രാ പഠിക്കണമെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഹെമറ്റോളജി, അഗൈൻ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിനകത്ത് വരുന്നത്. കുറച്ചുകൂടി ഒരു പ്രാക്ടിക്കൽ കാര്യങ്ങളെല്ലാം ആയിരിക്കും അതിനകത്ത് കൂടുതലായിട്ട് വരിക. ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനകത്ത് കൂടുതലായിട്ട് വരിക. അതും ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ബ്ലഡ് ബാങ്കിങ് ആൻഡ് ഇമ്മ്യൂണോ ഹെമറ്റോളജി, പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു ക്ലിനിക്കൽ ലെവലിൽ പിന്നെ പഠിക്കേണ്ടി വരുന്ന ഒരു ഏരിയ ഇതാണ്, ബ്ലഡ് ബാങ്കിങ് ആൻഡ് ഇമ്മ്യൂണോ ഹെമറ്റോളജി. അത് 3 മാർക്കിനേ ഉള്ളൂ ആകെ. അതായത് ഈ ബ്ലഡ് ഗ്രൂപ്പിങ്ങും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അതുപോലെ തന്നെ ട്രാൻസ്ഫ്യൂഷൻ ഫ്ലെബറ്റോമി. അപ്പൊ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇതൊക്കെ മാത്രമാണ് എക്സ്ട്രാ എന്ത് ചെയ്യുന്നത് ചോദ്യമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ മൊഡ്യൂൾ 3 15 മാർക്കിന് ക്ലിനിക്കൽ പെത്തോളജി തീർച്ചയായിട്ടും ഉണ്ടാവും. അതുപോലെ തന്നെ ബയോ കെമിസ്ട്രി ഉണ്ടാവും. റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് പോലുള്ള ടെസ്റ്റുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, അതുപോലെ തന്നെ റീനൽ ഫംഗ്ഷൻ ടെസ്റ്റുകളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ബയോ കെമിസ്ട്രി മേഖലയിൽ നിന്ന് വരുന്നത്, ഇൻക്ലൂഡിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഡയബറ്റിസ് എന്ന് പറയുന്നത് ഒരു ജീവിതശൈലി രോഗമാണ്, പ്രധാനമായിട്ട് എല്ലാവരെയും ബാധിക്കുന്ന ഒരു രോഗമായിട്ട് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നതാണ്. സോ അതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് കൂടുതലായിട്ടുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, വരാം. അതുപോലെ തന്നെ അതർ പാരാമീറ്റേഴ്സ് ഓഫ് ഡയഗ്നോസ്റ്റിക് ഇമ്പോർട്ടൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബ്ലഡിൽ അടങ്ങിയിരിക്കുന്ന ഓരോ കണ്ടന്റിനെ തിരിച്ചറിയാനുള്ള വഴികൾ, അത്തരം കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഈ ഒരു മോഡ്യൂളിൽ ചോദ്യമായിട്ട് വരാം. ആൻഡ് മൊഡ്യൂൾ 4 മൈക്രോബയോളജി ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ ബേസ്ഡ് ഓൺ മോർഫോളജി. അഗെയിൻ നമ്മൾ +2-ന് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഈ മൊഡ്യൂൾ 4-ൽ 12 മാർക്കിന് നിങ്ങളോട് ചോദിക്കുക. അപ്പൊ ഏതാണ്ട് നിങ്ങൾ 50 മാർക്കിന്റെ ആ ഒരു സ്പ്ലിറ്റ് അപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എസ്പെഷ്യലി ലബോറട്ടറി, ഡയഗ്നോസിസ് ഓഫ് ഫൈലേറിയോസിസ്, അതുപോലെ തന്നെ പാരസൈറ്റോളജി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അഡീഷണലി ഇതിനകത്തേക്ക് വരിക. പാർട്ട് 2 ഫിസിക്സ് ആണ് 15 മാർക്കിന്. അതുപോലെ തന്നെ പാർട്ട് 3 കെമിസ്ട്രി ആണ് 15 മാർക്കിന്. ഇതെല്ലാം നമ്മൾ +2-ന് പഠിച്ച കാര്യങ്ങൾ മാത്രമാണുള്ളത്. അതുപോലെ പാർട്ട് 4 ബോട്ടണി 10 മാർക്കിനും, പാർട്ട് 5 സുവോളജി 10 മാർക്കിനുമാണ് ചോദ്യമായിട്ട് വരിക. അപ്പൊ ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് എന്തിനെ കുറിച്ച് കിട്ടിയിട്ടുണ്ടാവും. സിലബസിനെ കുറിച്ച് വ്യക്തമായിട്ട് അവൈലബിൾ ആണ്, എല്ലാ റിസോഴ്സുകളും അവൈലബിൾ ആണ്. ഡൗട്ട് ഉള്ളവർക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഒന്നുകൂടെ കാണാവുന്നതാണ്. ഇനി പ്രധാനമായിട്ടും ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിഞ്ഞ ആൾക്കാർക്ക് അടുത്തുണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ഡൗട്ടാണ്, ജൂനിയർ ലാബ് അസിസ്റ്റന്റ് പഠിച്ചാൽ കിട്ടുമോ? അല്ലെ, അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അല്ലെ. തീർച്ചയായിട്ടും ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എക്സാം പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ശരിയായ സ്ട്രാറ്റജിയിൽ ശരിയായ ക്ലാസ്സുകൾ നിങ്ങൾ ലഭ്യമാക്കുകയും ശരിയായ രീതിയിൽ നിങ്ങൾ പഠിക്കുകയും ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു കേരള സർക്കാർ ജോലി. എന്ത് പോസ്റ്റിൽ? ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിൽ. എസ്പെഷ്യലി ഞാൻ പറഞ്ഞല്ലോ, വലിയൊരു വിഭാഗം ആൾക്കാർക്ക് എഴുതാൻ കഴിയാത്തൊരു പരീക്ഷയാണ് ഇത് ജൂനിയർ ലാബ് അസിസ്റ്റന്റ്. അതൊരു സുവർണാവസരമായി കണ്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. എങ്ങനെയൊക്കെ? എക്സാം സ്ട്രാറ്റജീസ്, അൾട്ടിമേറ്റ് എക്സാം പ്രിപ്പറേഷൻ പ്രോഗ്രാം. ഓക്കെ അല്ലെ, UEPP എന്ന് നമുക്ക് വേണേൽ വിളിക്കാം. അൾട്ടിമേറ്റ് എക്സാം പ്രിപ്പറേഷൻ പ്രോഗ്രാം ആണ് ഏറ്റവും പ്രധാനമായിട്ടും
എങ്ങനെയൊക്കെ എന്തൊക്കെ രീതിയിൽ പഠിച്ചാലായിരിക്കും ഈ എക്സാമിന് അത് പ്രയോജനപ്പെടുക. പ്രധാനമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക, ഒരു പേഴ്സണലൈസ്ഡ് സ്റ്റഡി പ്ലാൻ നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലിയർ ആയിട്ട് ഡീൽ ചെയ്ത് വെക്കണം. അപ്പോൾ എഡ്യൂസ് ഇന്റർനാഷണൽ അക്കാഡമി നിങ്ങൾക്ക് ആദ്യം പ്രൊവൈഡ് ചെയ്യാൻ പോകുന്ന കാര്യം എന്താ, ഒരു പേഴ്സണലൈസ്ഡ് സ്റ്റഡി പ്ലാൻ ആണ്. അതുപോലെ തന്നെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ് സ്മാർട്ട് എക്സാം ടിപ്സ് ആൻഡ് ട്രിക്സ്. സ്മാർട്ട് എക്സാം ടിപ്സ് ആൻഡ് ട്രിക്സ്. ചിലര് എല്ലാം നന്നായി പഠിക്കും, പക്ഷേ എക്സാമിലേക്ക് അത് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് പലർക്കും അറിയില്ല. അതാണ് പ്രധാനമായിട്ടും സ്മാർട്ട് എക്സാം ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ട് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സ്ട്രാറ്റജിക് പ്രിപ്പറേഷൻ മെത്തേഡ്സ്. ഇപ്പോൾ പലരും ഹാർഡ് വർക്ക് ചെയ്യാറുണ്ട്, പക്ഷെ ഹാർഡ് വർക്ക് ഒരിക്കലും ഫലവത്താകുന്നതായിട്ട് കാണാറില്ല. കാര്യം ആ വർക്ക് എന്തായി മാറണം, സ്മാർട്ട് വർക്കായിട്ട് മാറണം. എന്ത് വർക്കായിട്ട്? സ്മാർട്ട് വർക്ക്. സോ സ്മാർട്ട് വർക്കിലേക്ക് എന്തൊക്കെ സ്ട്രാറ്റജീസ് ഉപയോഗിച്ചാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. എല്ലാറ്റിലും ഉപരി ഈ പ്രിപ്പറേഷൻ നടത്തുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടതാണ് ഒന്ന്, നമ്മൾ എഴുതിയാൽ കിട്ടും എന്നുള്ളൊരു വിശ്വാസവും മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളത്. സ്റ്റേ മോട്ടിവേറ്റഡ്. സോ പ്രധാനമായിട്ടും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു രീതിയായിരിക്കും എഡ്യൂസ് അക്കാഡമി നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുക. അതുപോലെ തന്നെ മെമ്മറി ബൂസ്റ്റ് ടെക്നിക്സ്. ഇപ്പൊ ഏറ്റവും നന്നായി പ്രിപ്പയർ ചെയ്തിരുന്ന ആൾക്കാരുണ്ടാവും, മുൻപ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ. അത് അക്കാഡമിക്കലി ആയിക്കോട്ടെ, അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാം മേഖലയിലായിക്കോട്ടെ. പക്ഷെ അവരെയൊക്കെ തന്നെ വളരെ കാര്യമായിട്ട് ഒരു പിടിച്ചുലയ്ക്കുന്ന ഒരു പ്രശ്നമാണ് ഈ മെമ്മറി പ്രശ്നം എന്ന് പറയുന്നത്. പഴയ രീതിയിലുള്ള ഒരു മെമ്മറി കപ്പാസിറ്റി അവർക്ക് ഇല്ലാന്നൊരു തോന്നലുണ്ടാവും. എന്നാൽ നിങ്ങളുടെ മെമ്മറി ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ടെക്നിക്സ് ആയിരിക്കും പ്രധാനമായിട്ട് ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആക്കുക. അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടാവും, ഓരോ ക്ലാസ്സിന് ശേഷം ഉണ്ടാവും. അതല്ലാതെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ നമ്മൾ ഈ എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി നമ്മൾ ഗ്രൂപ്പ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. സോ ആ ഗ്രൂപ്പിനകത്തേക്ക് നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാം. 24/7 മെന്റർ സപ്പോർട്ട് ആയിരിക്കും ആ ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറിംഗ് സെഷന് വേണ്ടി ലഭിക്കുക. അതുപോലെ തന്നെ കോംപ്രിഹെൻസീവ് സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടാവും. അതായത് നമുക്ക് ഉണ്ടാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഡൗട്ടാണ് എന്ത് തരത്തിലുള്ള റെഫറൻസുകളാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത്. അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, വേണ്ടത് മാത്രം പഠിക്കുക. അത് തീർച്ചയായിട്ടും എഡ്യൂസ് അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്ത് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളിലൂടെയും നിങ്ങളെ പെർഫോമൻസ് അനാലിസിസ് കൃത്യമായിട്ട് കണ്ടക്ട് ചെയ്യപ്പെടുന്നതായിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു UEPP അൾട്ടിമേറ്റ് എക്സാം പ്രിപ്പറേഷൻ പ്രോഗ്രാമിലേക്ക് തീർച്ചയായിട്ടും ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇതെല്ലാം ലഭിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത്രയേ ഉള്ളൂ. JLA എക്സാമിന് വേണ്ടിയിട്ട് എഡ്യൂസ് അക്കാഡമി കണ്ടക്ട് ചെയ്യുന്ന ഈ കോഴ്സിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുമ്പോൾ എക്സ്ട്രാ നിങ്ങൾക്ക് എന്തൊക്കെ കൂടി ലഭിക്കും, ഡീറ്റെയിൽഡ് തിയറി ക്ലാസ്സസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡീറ്റെയിൽഡ് തിയറി ക്ലാസ് നിങ്ങളെ കാത്തിരിപ്പുണ്ടാവും. അതിൽ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കുക, അനിമേറ്റഡ് ക്ലാസ്സുകളിലൂടെ നിങ്ങളുടെ വിഷ്വൽ മെമ്മറിയെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഏക സ്ഥാപനം അത് എഡ്യൂസ് ഇന്റർനാഷണൽ അക്കാഡമിയാണ്. ക്ലാസ്സുകൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അനിമേറ്റഡ് ആയിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്കറിയാം, നമ്മളൊരു ക്ലാസ് കേട്ട് പഠിക്കുന്നതിനേക്കാൾ പലപ്പോഴും ഒരു വീഡിയോ കണ്ട് പഠിക്കുമ്പോൾ അതിനൊരു എന്ത് കൂടുതലുണ്ടാവും, പവർ കൂടുതലുണ്ടാവും, മെമ്മറി ഒരുപാട് കാലത്തേക്ക് നിലനിൽക്കും അല്ലെ. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നോർമലി ക്ലാസ്സുകൾ എടുക്കുന്നത് തന്നെ ഇത്തരത്തിലുള്ള സ്ലൈഡുകളും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ ആയിരിക്കും. ബോത്ത് ലൈവ് ആൻഡ് റെക്കോർഡഡ് ആയിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഒരു റാങ്ക് ബൂസ്റ്റർ പാക്ക് എന്ന് പറയുന്ന ഒരു പാക്ക് നിങ്ങൾക്ക് ഈ ആപ്പിലൂടെ അവൈലബിൾ ആക്കുന്നതായിരിക്കും. അതിനകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ഥിരമായിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏരിയാസ് കൂടാതെ നിങ്ങളെ റാങ്ക് മുകളിലേക്ക് ഉയർത്താനായിട്ട്, അതായത് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ റാങ്ക് മുകളിലേക്ക് ഉയർത്താനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഏരിയകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ക്വസ്റ്റ്യൻസ് നിങ്ങളെ വീണ്ടും വീണ്ടും ഡിസ്കസ് ചെയ്യിക്കുന്ന ഒരു സ്പെഷ്യൽ സെഷൻ ആയിരിക്കും റാങ്ക് ബൂസ്റ്റേഴ്സ് സെഷൻ എന്ന് പറയുന്നത്. അതുണ്ടാവും. അതുപോലെ തന്നെ പീരിയോഡിക് റിവിഷൻ ഉണ്ടാവും. അപ്പം നിങ്ങൾ ഒരു ദിവസം പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടൊരു 3-4 ദിവസം കഴിയുമ്പോഴേക്കും വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് റിവിഷന്റെ രൂപത്തിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നതായിരിക്കും. അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് എക്സാം വരെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവൈലബിൾ ആക്കും. അത് പോരാഞ്ഞിട്ട് എല്ലാ ദിവസവും നിങ്ങളെ ക്ലാസ് കഴിഞ്ഞുടനെ നിങ്ങൾക്ക് ടെസ്റ്റ് ഉണ്ടാവും ആ ടോപ്പിക്കിനെ ബേസ് ചെയ്ത്. അത് കഴിഞ്ഞ് വീക്ക്ലി ടെസ്റ്റ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഡെയിലി അറ്റൻഡ് ചെയ്യുന്ന ടെസ്റ്റുകൾ ഒരാഴ്ച കംപ്ലീറ്റ് ആകുമ്പോൾ ആ ആഴ്ചയുടെ അവസാനം അതെല്ലാം കൂടി ചേർത്തിട്ട് വീക്ക്ലി ടെസ്റ്റ് നടത്തുകയും ആ വീക്ക്ലി ടെസ്റ്റ് 4 വീക്ക് കഴിയുമ്പോൾ ആ പഠിച്ച കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് ഒരു മന്ത്ലി ടെസ്റ്റ് ആയിട്ടും കൂടി അവൈലബിൾ ആക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങളെ എല്ലാ രീതിയിലും 360 ഡിഗ്രി നിങ്ങളെ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിനകത്തേക്ക് പിടിച്ചു നിർത്തുന്ന ശൈലിയിലാണ് എഡ്യൂസ് അക്കാഡമി ക്ലാസ്സുകളൊക്കെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ പീരിയോഡിക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാവും. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് നിങ്ങളെ വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു സൈഡിൽ തന്നെ മറുവശത്തായിട്ട് തീർച്ചയായിട്ടും ഓരോ ചോദ്യവും നിങ്ങൾ എങ്ങനെ ഫേസ് ചെയ്യണം, എന്തൊക്കെ രീതി കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ, തുടങ്ങിയ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഞങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നുണ്ടാവും വിത്ത് മെന്റർ സപ്പോർട്ട്. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ലാബ് റിലേറ്റഡ് ആയിട്ടുള്ള അധ്യാപകരാണ്, അല്ലെങ്കിൽ ലബോറട്ടറി അസിസ്റ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള അധ്യാപകരാണ്, എക്സ്പേർട്ടുകളാണ് എഡ്യൂസ് അക്കാഡമിയുടെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. ഒപ്പം തന്നെ
നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത് റാങ്ക് ഫയലുകൾ ഉണ്ടാവും. ഈ റാങ്ക് ഫയലുകൾ ജൂനിയർ ലബോറട്ടറി അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള ഈ റാങ്ക് ഫയലുകൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നതും ഇതേ എക്സ്പേർട്ടുകളാണ്. ഈ റാങ്ക് ഫയലുകളും തീർച്ചയായിട്ടും നിങ്ങളുടെ പഠനത്തിൽ നിങ്ങളെ ജോലിയിൽ എത്തിക്കുന്നതിന് വലിയൊരു പങ്ക് വഹിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. സോ ഇനി ഇതൊക്കെ ചെയ്യുമ്പോഴും നിങ്ങൾ ഓർത്തിരിക്കുക എന്താണ് പ്രധാനമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട വസ്തുത, ഈ ഫ്രീ റാങ്ക് ഫയലാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ റാങ്ക് ഫയലുകൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ റാങ്ക് ഫയലുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സൗജന്യമായിട്ടായിരിക്കും ലഭിക്കുന്നത്. എസ്പെഷ്യലി ഈ ജെയിലിലേക്ക് വേണ്ടിയിട്ട് ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ട് ആദ്യമായിട്ട് റാങ്ക് ഫയൽ പ്രിപ്പയർ ചെയ്ത് എഡ്യൂസ് അക്കാഡമിയാണ്. സോ ആ റാങ്ക് ഫയലാണ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കപ്പെടുന്നത്. സോ അഡ്മിഷൻ എടുക്കുന്നവരെ കാത്ത് ഫ്രീ റാങ്ക് ഫയലുകൾ അവൈലബിൾ ആകുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എന്തേ ചെയ്യേണ്ടതായിട്ടുള്ളൂ, ഈ പറയുന്ന നമ്പറുകളിലേക്ക് കോൺടാക്ട് ചെയ്ത് ഈ കോഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാം. ഈ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സോ എഡ്യൂസ് ഇന്റർനാഷണൽ അക്കാഡമി നിങ്ങളെ ഓരോരുത്തരെയും ജൂനിയർ ലാബ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ജൂനിയർ ലബോറട്ടറി അസിസ്റ്റന്റ് ആക്കാനായിട്ട് തീരുമാനമെടുത്തിരിക്കുകയാണ്. ഞങ്ങൾ റെഡിയാണ്. നിങ്ങൾ റെഡി ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. പുതിയ ബാച്ച് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ആവുന്നതായിരിക്കാം. സോ ആദ്യ റാങ്കുകൾ ഉറപ്പിക്കാനായിട്ട് ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എഡ്യൂസ് ഇന്റർനാഷണൽ അക്കാഡമി നടത്തുന്ന ആ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സോ തീർച്ചയായിട്ടും ഇതൊരു സുവർണാവസരമായി നിങ്ങൾ കണക്കാക്കുക. ഞാൻ ഓൾറെഡി പറഞ്ഞു, വലിയൊരു വിഭാഗം ആൾക്കാർക്ക് എഴുതാൻ കഴിയാത്ത എക്സാം ആണിത്. സോ വളരെ കുറച്ചു പേരുടെ ഇടയിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങിയിരിക്കുന്ന ഈ ഒരു എക്സാം ഇത് ക്രാക്ക് ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ്. നിങ്ങൾ റെഡിയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. സോ മറ്റൊരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.